വേദി 2 വൈശാലി SN ഗ്രൗണ്ട് രാവിലെ 9:30 മുതൽ 1 മണി വരെ തിരുവാതിര കളി. വേദി 3 മഞ്ഞ് SN ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻവശം രാവിലെ 9:30 മുതൽ 2 ഞാൻ കലോത്സവത്തിന് പോണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് ശരി. ഇതിപ്പോ ഞാനാ പറഞ്ഞെങ്കിലോ എന്താവും പോകില്ല. നിനക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവായിട്ടല്ല. നൈറ്റ് ബസ് ഞാൻ മിസ്സാക്കൂല. ശരി ശരി, പണി നടക്കട്ടെ. ടേക്ക് കെയർ, ലവ് യു. നീ ഓക്കെ അല്ലേ? മേ ബി നോട്ട്. മേ നോട്ട് ബി. താങ്ക്സ് ഫോർ ദ പ്രൈസ്ലെസ് കറക്ഷൻ മിസ്റ്റർ പെർഫെക്റ്റ്. വിളിക്കാം. നിങ്ങളെ കണ്ടിട്ടേന് ഞാൻ ഇവളെ വിളിച്ച. അമല് എന്നാ പേര്? എന്റെ കസിനാ. അമല് എന്ന പേരുള്ള ഒരു പെൺകുട്ടീനെ ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ അമലിന് പേരുള്ള ആൺകുട്ടീനെ ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്. നീ ഇതെന്റെ സീനിയറാ. നീ നിന്റെ നാവ് കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം നീ കോളാക്കി തരല്ലേ. അമലേട്ടൻ ബാംഗ്ലൂർ വിട്ടാ? ഇല്ലടാ, നൈറ്റ് കയറണം. പക്ഷെ എഴുത്ത് വിട്ടല്ലേ? റൈറ്റർ ആണോ? ആയിരുന്നു, നിലവാരം കുറഞ്ഞപ്പോ നിർത്തി. റിയലൈസേഷൻ നല്ലതാ. ഇടയ്ക്ക് ഞാനിവിടെ എഴുത്ത് വായിച്ചിട്ടേ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, നിനക്ക് ഇത്രയും പരാജയപ്പെട്ട കസിൻസ് ഉണ്ട് നിനക്ക് അറിയില്ലായിരുന്നു. നീ എഴുതറാ, നിന്റെ നല്ല എഴുത്താ. രണ്ടുപേരും തമ്മിൽ ഇത്ര ശത്രുതായത് എനിക്ക്. അമലേട്ടൻ എനക്കൊരു ഹെൽപ്പ് ചെയ്യണം. 1.5 മണിക്കൂർ കൂടി ഈ ഉപദ്രവത്തിനെ ഒന്ന് സഹിക്കാൻ പറ്റും. എനക്ക് നാടത്തിന് പിള്ളേർക്ക് കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാണ്ട്. ഞാൻ പെട്ടെന്ന് വരാം. അമലെ, ഞാൻ നിന്നോട് ഇത് പറയാൻ ഇങ്ങോട്ട് ഓടി വന്നു. സോറി അത്യാവശ്യം ആയതുകൊണ്ടാണ്. അല്ലെ നിനക്ക് അറിയില്ല ഞാൻ നിന്നെ പോസ്റ്റ് ആക്കൂല. ഒരു 4-5 പേരോടി അപ്പോഴേക്കാത്തു. ഒരു ചായ കുടിച്ചാലോ? എനിക്കുണ്ട്. ഹോർലിക്സ് ആയാലോ? കട്ടന്റെ കറുപ്പും ആ കള്ളൻ കാറ്റ് കട്ടെടുത്തു. അന്തരീക്ഷം ഇരുണ്ടു തുടങ്ങി. കട്ടന്റെ നീരാവിയിൽ നിന്ന് ഉത്ഭവിച്ചതാണോ ഈ മേഘങ്ങൾ എന്ന ശങ്കയിൽ ഞാൻ മഴ കാത്തു നിന്നു. പഴയ പെണ്ണും ആ പ്രേമവും അവളുടെ പട്ടും പൊട്ടും പൊട്ടത്തരങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഊർന്നിറങ്ങി. വായിച്ചിട്ടുണ്ടാ? അപ്പൊ എനിക്ക് ആള് തെറ്റിയിട്ടില്ല. ആദ്യമായിട്ടാ ഒരാളിന്റെ വരികൾ ഓർത്ത് പറയുന്നത്. എഴുത്തിലും നിലവാര തകർച്ച സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. താങ്ക്സ്. ഇനി എഴുതോ? മേ ബി നോട്ട്. கூக்கிலமே நீ குரல் கொடுத்தால் உன்னை கும்பிட்டு கண்ணடிப்பே. கோபுரமே உன்னை சாய்த்து கொண்டு உந்தன் கூந்தலில் மீன் பிடிப்பே. வெண்ணிலவே உன்னை தூங்க வைக்க உந்தன் விரலுக்கு சொடுக்கெடுப்பே. வருட வரும் பூங்காற்றையெல்லாம் கொஞ்சம் வடிகட்டி அனுப்பி வைப்பே. என் காதலின் தேவையை காதுக்குள் ஓதி வைப்பே. உன் காலடி எழுதிய கோலங்கள் பொது கவிதைகள் என்றுரைப்பே. என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டே. எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டே. உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே. காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே. எந்தன் கழுத்து வரை என்று காதல் வந்து இரு கண் விழிப்பிதங்கி நின்றே. ഇപ്പൊ എടുക്കാൻ നിൽക്കണ്ട. என்னவளே என்னவளே அடி என்னവളേ. ആരാ? ബോയ് ഫ്രണ്ടാ? നേരത്തെ ഞാൻ ചോദിച്ചില്ലല്ലോ. உன் காலடி எழுதிய கோலங்கள் பொது கவிதைகள் என்றுரைப்பே. என்னவளே
அடி என்னவளே எந்தன் இதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே எந்தன் கழுத்து வரை என்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றே പോണ്ടേ? പോണോ? പോണം. ഇതൊരു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി അല്ലേ? മേ ബി. ബിഫോർ സൺറൈസ് പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണണം. അപ്പം ഓർമ്മ വരും. പക്ഷെ കാണാൻ ശ്രമിക്കരുത്. അപ്പോ നമ്മളിനി കാണൂലേ? ഈ റൈറ്റ് പേഴ്സൺ അറ്റ് റോങ് ടൈം എന്നൊക്കെ പറയുന്നത് മണ്ടത്തര. റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ടൈം. ടൈം ഇസ് ഇമ്പോർട്ടൻറ്റ്. ദ ഫീൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ സമയത്തെ ആ ഫീലിംഗ് അപ്പം തന്നെ ആസ്വദിച്ചങ്ങ് വിട്ടേക്കണം. അതിന് പറ്റുമോ? മേ ബി, മേ ബി നോട്ട്. ഹലോ, ഞാൻ കേറി. അത് ഞാനെന്തോ എഴുതാൻ ആലോചിക്കായിരുന്നു. ഇനിയും പോയില്ലെങ്കിൽ ബസ് മിസ്സാവും. ഓക്കെ, ഒരു ഹഗ് തരുമോ? പോട്ടെ. അല്ലേലും നിങ്ങൾ ആമ്പിള്ളേര് വിയേർഡ് ഹഗ്സിൻ്റെ ആൾക്കാരാ. ബൈ.